എക്സാം പേപ്പറിൽ ഷുവർ ആയിട്ടും കാണുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾസ് രണ്ടെണ്ണം ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാവും, അതുപോലെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാവും. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാവും, മോർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ എന്ന് പറയും, അതുപോലെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാവും. രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഉണ്ടാവും, ലെസ് ദാൻ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഇതിങ്ങനെയാണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളതാണ് മിസ് ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്ക് എന്തുണ്ടാവും, രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് നിങ്ങൾക്ക് വരുത്തരിക. ചിലപ്പോൾ എന്തുണ്ടാവും, 2, 3, 4, 5 അങ്ങനെ പറഞ്ഞ ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഇങ്ങനത്തെ ക്ലാസ് ഇന്റർവെൽസും തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് നിങ്ങൾക്ക് നോക്ക്, നിങ്ങൾക്ക് ജസ്റ്റ് എക്സ് ABCD അങ്ങനെ 2, 3, 4, 5, 6 അങ്ങനത്തെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്, ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളതെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആണ് കാര്യം. നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ രണ്ടിനെ അങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 2 ഇവിടെ 2 അല്ലേ, ആ 2നെ അങ്ങോട്ട് എഴുതുന്നു. ആ 2നോട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി 6 കൂട്ടുന്നു. ഓക്കെ, 6 കൂട്ടുന്നു. 2നോട് 6 കൂട്ടിയാൽ 8. ഈ 8നോട് 9 കൂട്ടി 17 ഇവിടെ എഴുതുന്നു. 17നോട് 14 കൂട്ടി 31 എഴുതുന്നു. 31നോട് 13 കൂട്ടി എന്ത് എഴുതുന്നു, 44. 44നോട് 7 കൂട്ടി 51 എഴുതുന്നു. 51നോട് 4 കൂട്ടി 55. 55നോട് 2 കൂട്ടി 57. 57നോട് 2 കൂട്ടി 59. 59നോട് 1 കൂട്ടി 60. അങ്ങനെയായിരിക്കും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് നിങ്ങൾ എഴുതുന്നത്. ഓക്കെ, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. അങ്ങനെയെങ്കിൽ ഇതോ നമ്മളുടെ ഈ ഒരു ക്ലാസ് ഇന്റർവെൽസ് ആണ് തന്നതെങ്കിലോ വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾ ചെറിയൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, നമ്മളുടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് എഴുതേണ്ടത്. എന്നാൽ ക്ലാസ് ആണ് തന്നതെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ കോളം കൂടി ആഡ് ചെയ്യണം. അതായത് നിങ്ങൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ അപ്പർ ബോൺസ് ജസ്റ്റ് എഴുതി വെക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അപ്പർ ബോൺസ് ജസ്റ്റ് എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പർ ബോൺസ് നോക്ക്, ഇതെന്താണ് 30 to 35. 30 to 35 ആണെങ്കിൽ ഇത് ലോവർ ബോണ്ട് എന്ന് പറയും, ഇത് അപ്പർ ബോണ്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പർ ബോൺസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എഴുതി വെക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഫ്രീക്വൻസി എന്നിട്ടുണ്ടാവും, അത് എഴുതുന്നു. ഇനി എങ്ങനെയാ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആ സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എഴുതുന്നു. 3നോട് 5 കൂട്ടുന്നു, 8 എഴുതുന്നു. 8നോട് 13 കൂട്ടുന്നു, 8നോട് 5 കൂട്ടുന്നു, 13. 13നോട് 12, 25. 25നോട് 13, 38. അങ്ങനെ കൂട്ടിപ്പോയാൽ മതി. ഓക്കെ, അങ്ങനെ കൂട്ടിപ്പോയാൽ മതി. ഇനി നോക്ക്, നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ എഴുതി കഴിഞ്ഞു. അത് ശരിയാണോ നോക്കാൻ എന്താ ചെയ്യേണ്ട അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവന്മാരെല്ലാവരും കൂടി ഫ്രീക്വൻസി എല്ലാവരും കൂടി കിട്ടിയാൽ 60 അല്ലേ കിട്ടുന്നത്. ആ 60 തന്നെയാണോ നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയാൽ മതി. അത്ര മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ടേബിൾ നിങ്ങൾ എഴുതുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വെറുതെ ഒഴിവാക്കി വിടരുത് കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അതിലും 2 കേസ് പറയുന്നുണ്ട്. ഒന്നാമത് നമ്മളുടെ സാധാ പോലെ ഡിസ്ക്രീറ്റ് ഡാറ്റ 2, 3, 4, 5 അങ്ങനെ വരുന്ന ഡാറ്റ. എന്നിട്ട് നമ്മളോട് ഫ്രീക്വൻസി തന്നാൽ നിങ്ങൾ എങ്ങനെയാ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എഴുതാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഏറ്റവും വലിയത് എല്ലാം കൂടെ കൂട്ടും. ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 60 കിട്ടി. ആ 60 ആണ് നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്താണ്, ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ എഴുതേണ്ടത്, അതായത് അതിന്റെ സമ്മ്. ഓക്കെ, 60 എഴുതി. ഇനി 60ൽ നിന്നും ഈ 2 കുറച്ചു 58 എഴുതുന്നു. 58ൽ നിന്നും 6 കുറച്ചു 52. 52ൽ നിന്നും 9 കുറച്ച 43 ഇവിടെ എഴുതി. 43ൽ നിന്നും 14 കുറച്ച 29 എഴുതി. 29ൽ നിന്നും 13 കുറച്ച 16 എഴുതി. അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ ആണ് അല്ലേ? അങ്ങനെ പോയാലും മതി നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിൽ. ഇതിൽ നോക്കിയേ, നമുക്ക് ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽസ് ആണ് തന്നതെങ്കിലോ വലിയ മാറ്റമൊന്നുമല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? നിങ്ങൾ വെയിറ്റ്സ് എഴുതുന്നു, ക്ലാസ് ഇന്റർവെൽസ് എഴുതുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ ലോവർ ബോൺസ് എഴുതുക. നമുക്ക് ലെസ് ദാൻ ആണെങ്കിൽ അപ്പർ ബോൺസ് ആണ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലോവർ ബോൺസ് എഴുതുന്നു. ലോവർ ബോൺസ് ജസ്റ്റ് എഴുതി വെക്കുന്നു, ഫ്രീക്വൻസി എഴുതുന്നു. ഇനി നേരത്തെ പോലെ തന്നെ ഇതിന്റെ സമ്മ് 60 ആണ്. 60ൽ നിന്നും 3 കുറച്ച് 57, 57ൽ നിന്നും 5 കുറച്ച് 52. അങ്ങനെ എഴുതി പോയാൽ മതി. ഒരു പ്രശ്നവുമില്ലല്ലോ.
ആണല്ലോ, ഓക്കെ അല്ലേ, സച്ചല്ലേ, അടിപൊളിയല്ലേ, ഇത്ര മാത്രമേ എൻ്റെ മക്കൾക്ക് എന്തിൽ പഠിക്കാനുള്ളൂ. ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എഴുതുന്നതിൽ ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ഒഴിവാക്കരുത്, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോട്ടോ. ഓൺ എക്സാമിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നമ്മളുടെ ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.